ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിനവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട്, അതായത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചെറിയതായിട്ടൊരു മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ചട്ടിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയാണ്, അതായത് പോർക്ക്. ഇവിടുത്തെ പോർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സ്ഥിരം റെസിപ്പിയാണ്. ഇപ്പോൾ ഈ പന്നി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് നിൽപ്പുണ്ട്, എന്നാൽ അധികം വെന്ത് പോയിട്ടുമില്ല. പക്ഷേ സെയിം റെസിപ്പി തന്നെ നമ്മൾ കുക്കറിൽ വെച്ച് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പടി അങ്ങ് പൊടിഞ്ഞു പോകും. നമുക്കത് പ്രത്യേകിച്ച് മുരിച്ചെടുക്കാനൊക്കെയാണെങ്കിൽ ആ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പം ബാക്കി ഈ ഇൻഗ്രീഡിയൻസിലോട്ട് നോക്കാം. നമ്മൾ വഴറ്റിയ സവാളയ്ക്കും മുരിഞ്ഞ മസാലയ്ക്കും ഒപ്പം ബീഫിട്ട് ഇച്ചിരി ഏറ്റവും നല്ലത് നമ്മുടെ വലിയ ഇരുമ്പ് ചട്ടിയുണ്ട്, അതിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റെസിപ്പി നല്ല മുരിഞ്ഞ ബീഫ് കിട്ടും. ഇപ്പോൾ അത് സവോളയൊക്കെ അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. നമുക്ക് പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാതെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ല സോഫ്റ്റ് ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനുള്ളിലൂടെ നാളെ കുറച്ച് ഗരം മസാല ചേർക്കാം. ആ ഗരം മസാലയുടെ റെസിപ്പി വേണ്ടവർ ചോദിച്ചാൽ മതി. നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അത് നമ്മൾ നമ്മുടെ ഒരു പെരിഞ്ചീരകമുണ്ട്, ഗ്രാമ്പുണ്ട്, തക്കൂരമുണ്ട്, പിന്നെ കറുവപ്പട്ടയുണ്ട്. എല്ലാം ഒരു അനുസരിച്ച് അതിൽ വേണ്ട പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കൊടുത്ത് അതിൻ്റെ പച്ചപ്പാട് വരുന്ന കൊടുത്ത് അതിൻ്റെ അവിടുത്തെ അടുപ്പിലോട്ട് ഞാൻ അതിലൊരു ചീനിച്ചട്ടിയാണ്, നമ്മൾ ഈ ചീനിച്ചട്ടിയാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ചൂടായിരിക്കുന്ന ഇരുമ്പ് ചട്ടിയിലോട്ട് ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയിട്ട് വഴറ്റി മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മൂത്ത മസാലയും വെന്ത പോർക്ക് വെന്ത് നല്ല സോഫ്റ്റ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി തുടങ്ങാം. അപ്പം നമ്മുടെ പോർക്ക് കഷ്ണങ്ങളൊക്കെ മസാലയോട് കൂടിയിട്ട് തട്ടി എടുത്തു. ഇതിൽ ഈ സ്റ്റീൽ തവി ഉപയോഗിക്കുകയാണെങ്കിൽ അടി പിടിക്കുന്ന, ചെറുതായിട്ട് പിടിച്ചു തുടക്കുന്ന ഒരു നല്ല ബ്രൗണിഷ് ആയിട്ട് വരുന്ന ഒരു മസാല കൂടി ബീഫിൻ്റെ പോർക്കിൻ്റെ അംശമൊക്കെ കൂടി വരുന്നതിന് അതും കൂടെ ഇളകിപ്പോരും. അത് അപ്പോൾ മസാലയ്ക്കൊപ്പം വഴറ്റിയെടുത്ത പോർക്ക് ചെറു തീയിലിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകാതെ സ്റ്റീൽ തവി വെച്ച് ഇളക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിയോടെ സാധനം കിട്ടാം. വഴറ്റി ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ചതച്ച വെളുത്തുള്ളിക്കും കറിവേപ്പിലയ്ക്കും ഒപ്പം ചെറുതീയിൽ വഴറ്റി ബ്രൗൺ നിറമായി. അപ്പോൾ നമ്മുടെ പോർക്ക് അത്യാവശ്യം നല്ല നമ്മുടെ പോർക്ക് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചതച്ച വെളുത്തുള്ളിക്കും കുറച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ച് ഇളക്കൊന്നും വേണ്ട, മൂടി വെച്ച് ആവി കയറ്റി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഫ്ലേവറായി കിട്ടുന്നതിന് കേട്ടോ. അപ്പോൾ that's all about today's video. Thanks for watching. ഹലോ കൂട്ടുകാരെ, അതിനവരുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പോർക്കാണ്. മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിരിക്കുക സോഫ്റ്റാക്കി, അതായത് കുക്കറിലടിക്കുകയല്ല, പാത്രത്തിൽ വിട്ട് അരമണിക്കൂർ തികച്ച് വേവിച്ച പോർക്കിൽ നിന്നും എങ്ങനെ പോർക്ക് ഡ്രൈ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാം എന്ന ജേർണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ വേണ്ടി stay connected in our Ainora YouTube channel. Thank you for watching. See you.